ഹായ്, ഞാൻ ബിനീഷ് അരവിന്ദൻ. ഇൻസ്പിറേഷന് വേണ്ടി എത്തിയിരിക്കുന്ന കേരളത്തിലെ ഭാവി എൻ്റർപ്രണർമാർക്കെല്ലാം സ്വാഗതം. 25,000 രൂപയിൽ താഴെ മാത്രം മുടക്കു മുതൽ കൊണ്ട് ആരംഭിക്കാവുന്ന ഒരു ഗ്ലാമറസ് പച്ചക്കറി കച്ചവടത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ലോകം നാളെ നിങ്ങളെ വിളിക്കും സാലഡ് കിങ് ഓഫ് കേരള. സൂപ്പർ വെജീസ് സാലഡ് ബോക്സ് വിൽക്കലാണ് ഈ കച്ചവടം. സൂപ്പർ വെജീസ് സാലഡ് ബോക്സ്. ആദ്യം സൂപ്പർ വെജീസ് എന്താണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം 3 ഭാഗങ്ങളിലായി ഈ കച്ചവടം എങ്ങനെ ആരംഭിക്കണമെന്നും നടത്തിക്കൊണ്ടു പോകണമെന്നും സ്കെയിലപ്പ് ചെയ്യണമെന്നും വിശദീകരിക്കാം. മിതശീതോഷ്ണ പ്രദേശങ്ങളിൽ വളരുന്നതിനാൽ നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലാത്തതും വലിയ തോതിൽ പോഷകമൂല്യമുള്ളതുമായ പച്ചക്കറികളിൽ ചിലതിന് വിളിക്കുന്ന പേരാണ് സൂപ്പർ വെജീസ്. പച്ചയ്ക്ക് കഴിക്കുന്നതാണ് വിശേഷം എന്നതിനാൽ സാലഡുകൾ ഉണ്ടാക്കുന്നതിനാണ് ലോകവ്യാപകമായി ഇവ ഉപയോഗിക്കുന്നത്. ഇലക്കറികളാണ് ഇവയിൽ മിക്കതും. പച്ചച്ചീര, ബേബി ക്യാരറ്റ്സ്, ബ്രോക്കോളി, ബ്രസൽസ് സ്പ്രൗട്ട്സ്, കെയിൽ, ഗ്രീൻ പീസ്, സ്വിസ് ഷാർട്ട്, ശതാവരി, പർപ്പിൾ ക്യാബേജ്, സ്വീറ്റ് പൊട്ടറ്റോസ്, കൊളാഡ് ഗ്രീൻസ്, കോളിഫ്ലവർ, ടേണിപ്പ്, ലെറ്റ്യൂസ്, ചൈനീസ് ഷാലറ്റ്, കുക്കുംബർ സ്പ്രൗട്ട്, മുളപ്പിച്ച പയർ, മുരിങ്ങയില തുടങ്ങിയവയെല്ലാം സൂപ്പർ വെജീസാണ്. അതെന്താ നമ്മുടെ ലോക്കൽ വെജീസ് ഒന്നും സൂപ്പർ അല്ലേ എന്ന് ചോദിക്കരുത്. ആണ്. പക്ഷേ കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 400 മൈക്രോഗ്രാം വിറ്റാമിൻ എ കിട്ടാൻ 4 കിലോ വെണ്ടയ്ക്ക കഴിക്കുന്നതിന് പകരം 100 ഗ്രാം ബ്രോക്കോളി കഴിച്ചാൽ മതി. 3 കിലോ ബീട്രൂട്ട് കഴിച്ചാൽ കിട്ടുന്ന മിനറൽസ് വാല്യൂ ഒരൊറ്റ സ്വിസ് ഷാർഡിൽ കഴിച്ചാൽ കിട്ടും. സോറി ലോക്കൽസ്, സൂപ്പർ വെജീസ് എന്നും സൂപ്പർ വെജീസ് തന്നെ. ഇക്കാര്യം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടുകാർക്കെല്ലാം നന്നായി അറിയാം. സൂപ്പർ വെജീസ് സ്മൂത്തികളും സാലഡുകളും സ്റ്റാറ്റസ് സിമ്പലാണ്. ബോത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. കേരളത്തിലെ ഇടത്തരം വരുമാനക്കാർക്കിടയിൽ തരംഗമാകുന്ന ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മുടെ സൂപ്പർ വെജീസ് കച്ചവടത്തിന് നല്ല വളമാകും. പക്ഷേ ചെയ്യേണ്ട പോലെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോ മുഴുവനാകുമ്പോൾ വെടിപ്പായി മനസ്സിലാകും. ഈ വീഡിയോയിൽ നമ്മൾ 3 സെഷനുകളിലായിട്ടാണ് കച്ചവടം പറയാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. ആദ്യത്തെ സെഷനിൽ സൂപ്പർ വെജീസിൻ്റെ വില, എവിടെ കിട്ടും, എപ്പോൾ വാങ്ങണം, സോഴ്സിംഗ് എന്നിവയെല്ലാം പറയാം. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സെഷനിൽ ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും സർവോപരി ഇത് ഏത് രൂപത്തിൽ വിൽക്കണമെന്നും വിശദീകരിക്കാം. മൂന്നാമത്തെ സെഷനിൽ സ്വന്തമായി സൂപ്പർ വെജീസ് പ്രൊഡക്ഷൻ അടക്കമുള്ള സ്കെയിലിങ്ങിനെ കുറിച്ച് പറയാം. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഒരു വ്യക്തമായ ബിസിനസ് മാസ്റ്റർ പ്ലാൻ. കയ്യിൽ പൂത്ത കാശും കുടവയറുമുള്ളവരുടെ പ്രധാന ഭക്ഷണമായ സൂപ്പർ വെജീസ് എവിടെ, എന്ത് വിലയ്ക്ക് കിട്ടും, നാം എങ്ങനെ വിൽക്കും, ആര് വാങ്ങും, എങ്ങനെയാണ് ബ്രാൻഡിംഗ് നടത്തേണ്ടത്, എന്തായിരിക്കണം യൂണിക് സെല്ലിംഗ് പോയിന്റ്. നിലവിൽ കേരളത്തിൽ സൂപ്പർ വെജീസ് കാണാൻ സാധിക്കുക ഹൈ എൻഡ് സൂപ്പർ മാർക്കറ്റുകളുടെ റാക്കിലും ഡിസ്പ്ലേ ഫ്രീസറിലും മാത്രമാണ്. റിലയൻസ് ഫ്രഷിലും ബിസ്മി മാർട്ടിലും റിലയൻസ് സ്മാർട്ട് ബസാറിലും മോർ സൂപ്പർ മാർക്കറ്റിലും ലുലു ഹൈപ്പർ മാർക്കറ്റിലുമെല്ലാം മിക്കവരും ഒരു നോട്ടം നോക്കി വില കണ്ട് നെടുവീർപ്പിട്ട് പോകുന്ന ആഠ്യന്മാരാണിവർ. ഇവർ എവിടെ നിന്ന് വരുന്നുവെന്നോ ഇന്ത്യയിൽ ആര് കൃഷി ചെയ്യുന്ന ഉണ്ടാക്കുന്നുവെന്നോ ആർക്കും നിശ്ചയമുണ്ടാവില്ല. ഈ ആഠ്യന്മാരെയാണ് നാം സൂപ്പർ മാർക്കറ്റിലെ റാക്കുകളിൽ നിന്ന് ഇറക്കി തെരുവിലെ പച്ചക്കറി സ്റ്റാളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വെണ്ടക്കയും തക്കാളിയും പോലെ കിലോ കണക്കിന് തൂക്കി കൊടുക്കാൻ കഴിയുന്ന ചില്ലറക്കാരല്ല എന്നതിനാൽ അതിനനുസരിച്ചുള്ള മൂല്യം നൽകി വേണം ഇവരെ മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യാൻ. അവിടെയാണ് സാലഡ് ബോക്സ് എന്ന നമ്മുടെ പ്രധാന കൺസെപ്റ്റിന്റെ പിറവി. മനോഹരമായ സാലഡ് ബോക്സിൽ സ്വർണം തൂക്കി കൊടുക്കും പോലെ വേണം ഇവരെ വിൽക്കാൻ. നമ്മുടെ പ്രൊഡക്റ്റിന് നാം കൊടുക്കുന്ന മൂല്യമാണ് കസ്റ്റമർ കാണുന്ന മൂല്യം. ബ്രാൻഡിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഒന്നാം കിട സാലഡ് ബോക്സ് ആയിരിക്കണം നമ്മുടേത്. ഇപ്പോൾ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞു വരുന്നില്ലേ? കാര്യം അത് തന്നെ. 10 മുതൽ 15 വരെ ഐറ്റം സൂപ്പർ വെജീസ് ഓരോന്നും 20 മുതൽ 100 ഗ്രാം വരെ തൂക്കം വെച്ച് ഒരു മനോഹരമായ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് സാലഡ് ബോക്സിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി സ്റ്റാളുകളിൽ കൂൺ കൊടുക്കും പോലെ. അതായത് 1 കിലോ സൂപ്പർ വെജീസ് 20ഉം 25ഉം ബോക്സുകളിൽ നിറയ്ക്കാനുണ്ടാകും. സാലഡ് ബോക്സ് ഒന്നിന് 80 രൂപ മുതൽ 120 രൂപ വരെ വിലയിടാം. അതനുസരിച്ച് ലാഭവും നിറയും. കണക്കുകൾ പുറകെ പറയാം. സംഭവം ആലോചിച്ച് നോക്കാവുന്ന ഒരു കേസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തുടർന്ന് കണ്ടോളൂ. ഇതിൽ റിസ്ക് മാനേജ്മെൻറ്റും വഴിയെ വരുന്നുണ്ട്. സൂപ്പർ വെജീസ് എവിടെ, എന്ത് വിലയ്ക്ക് ലഭിക്കുമെന്നതും സപ്ലൈ ചെയിനിൻ്റെ കൺസിസ്റ്റൻസിയും പ്രധാനമാണല്ലോ. അതാണ് ആദ്യം ഉറപ്പാക്കേണ്ടതും. എല്ലാം പറയാം. ആദ്യം നമുക്ക് ബിസിനസ് പ്ലാൻ വയബിൾ ആണോ എന്ന് നോക്കാം. ആണെങ്കിലല്ലേ സപ്ലൈ ചെയിനിൻ്റെ കാര്യമൊക്കെ വരുന്നുള്ളൂ. ആദ്യം വേണ്ടത് ഫുൾ പ്രൂഫായ, ഒരിക്കലും വിപണിയിൽ തോൽക്കില്ലെന്ന് ഉറപ്പുള്ള ഉൽപ്പന്നമാണ്. അതായത് ഒരു കസ്റ്റമർക്ക് കൃത്യമായ വാല്യൂ നൽകുന്ന സാലഡ് ബോക്സുകൾ. 3 വെറൈറ്റി സാലഡ് ബോക്സുകളുടെ കോമ്പിനേഷൻ സൃഷ്ടിക്കുക. ആ 3 സാലഡ് ബോക്സുകളുടെയും ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ഇതിന് നിങ്ങൾക്ക് എന്ത് വില വരുമെന്നും ഏത് വിലയ്ക്ക് വിൽക്കണമെന്നും എല്ലാം വിശദീകരിക്കാം. വെജീസിന്റെ ലഭ്യതക്കനുസരിച്ച് ഏത് മാറ്റവും നിങ്ങൾക്ക് പരീക്ഷിക്കാം കേട്ടോ. അവർ ഫസ്റ്റ് സാലഡ്, പേര് ഗ്രീൻ പഞ്ച്. 12 ഐറ്റം സൂപ്പർ വെജീസ് ഉള്ള സാലഡാണിത്. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 ഗ്രീൻ സ്പിനാച്ച് 50 ഗ്രാം, 2 ലെറ്റ്യൂസ് 50 ഗ്രാം, 3 മുരിങ്ങാക്കുരു 25 ഗ്രാം, 4 ബ്രോക്കോളി 25 ഗ്രാം, 5 ചെറുനാരങ്ങ 1, 6 ബേബി ക്യാരറ്റ് 50 ഗ്രാം, 7 ബേബി കുക്കുംബർ 2 എണ്ണം, 8 കോൺ സ്പ്രൗട്ട് 2 എണ്ണം, 9 സെലറി 10 ഗ്രാം, 10 ഒലീവ് കായ 2 എണ്ണം, 11 മുളപ്പിച്ച ചെറുപയർ 50 ഗ്രാം, 12 ഒരു ചെറിയ കഷ്ണം ചീസ്. സാലഡ് ബോക്സിൻ്റെ MRP 120 രൂപ. രണ്ടാമത്തെ സാലഡ് ദി ഷുഗർ കില്ലർ. 10 ഐറ്റം സൂപ്പർ വെജീസ് അടങ്ങിയ സാലഡ് ബോക്സ്. പ്രമേഹ രോഗികൾക്ക് അത്യുത്തമം. 1 ബ്രോക്കോളി 100 ഗ്രാം, 2 ഗ്രീൻ സ്പിനാച്ച് 50 ഗ്രാം, 3 ബേബി ടൊമാറ്റോ 50 ഗ്രാം, 4 മിൽക്കി മഷ്റൂം 50 ഗ്രാം, 5 മത്തൻ പൂവ് 3 എണ്ണം, 6 ബ്രസൽ സ്പ്രൗട്ട് 4 എണ്ണം, 7 കെയിൽ 20 ഗ്രാം, 8 സ്വിസ് ഷാർട്ട് 2 ഇല, 9 ഐസ്ബർഗില 2,
10 ശതാവരി 50 ഗ്രാം. സാലഡ് ബോക്സിന് MRP 90 രൂപ. മൂന്നാമത്തെ ഗ്രീൻ സാലഡ് ബോക്സ് ദി പെർഫെക്റ്റ് ഡിന്നർ സാലഡ്. 8 ഐറ്റമുള്ള സാലഡാണ്. ഇതൊരു ഫാമിലി സാലഡാണ്. 1 ഗ്രീൻ പീസ് 50 ഗ്രാം, 2 മുളപ്പിച്ച പയർ 50 ഗ്രാം, 3 പർപ്പിൾ ക്യാബേജ് 50 ഗ്രാം, 4 ടേണിപ്പ് 1, 5 മധുരക്കിഴങ്ങ് 1, 6 മുരിങ്ങയില 30 ഗ്രാം, 7 കുക്കുംബർ സ്പ്രൗട്ട് 2, 8 ലെറ്റ്യൂസ് 50 ഗ്രാം. സാലഡ് ബോക്സിന്റെ MRP 80 രൂപ. അങ്ങനെ ഉൽപ്പന്നങ്ങളുടെ റെസിപ്പി റെഡി. ഇത് സാമ്പിളാണ്. ഇനി ഇതിന്റെ ഉൽപ്പാദന ചെലവ് കണക്ക് കൂട്ടാം. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഈ സൂപ്പർ വെജീസ് എവിടെ കിട്ടുമെന്നും ആരാണ് ഇതിന്റെ വിതരണക്കാരെന്നുമെല്ലാം വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് വിതരണക്കാരിൽ നിന്നും ലഭിക്കാൻ പോകുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ എന്ത് ഉൽപ്പാദന ചെലവ് വരുമെന്നും വിൽപ്പനക്കാരന്റെ കമ്മീഷൻ കഴിഞ്ഞ് ലാഭം എത്ര ശതമാനമാണെന്നുമാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സാലഡ് എടുക്കാം. 50 ഗ്രാം ഗ്രീൻ സ്പിനാച്ച് ആണ് ഇതിൽ ആദ്യ ചേരുവ. നമ്മുടെ പാലക് ചീര. നമുക്ക് ലഭിക്കുന്ന വിലയായ കിലോഗ്രാമിന് 40 രൂപ നിരക്കിൽ 50 ഗ്രാമിന് 2 രൂപ. രണ്ടാമത്തെ ചേരുവ 50 ഗ്രാം ലെറ്റ്യൂസ്. നമുക്ക് ലഭിക്കുന്നത് കിലോഗ്രാമിന് 60 രൂപയ്ക്ക്. ആ നിരക്കിൽ നോക്കിയാൽ 50 ഗ്രാമിന് വില 3 രൂപ. മുരിങ്ങാക്കുരു നമുക്ക് ലഭിക്കുന്നത് കിലോഗ്രാമിന് 120 രൂപ നിരക്കിൽ 25 ഗ്രാമിന് 3 രൂപയോളം. ബ്രോക്കോളി നമുക്ക് ലഭിക്കുന്നത് കിലോഗ്രാമിന് 80 രൂപ നിരക്കിൽ 25 ഗ്രാമിന് 2 രൂപ. ഒരു ചെറുനാരങ്ങ 2 രൂപ. ബേബി ക്യാരറ്റ് നമുക്ക് ലഭിക്കുന്നത് കിലോഗ്രാമിന് 140 രൂപ നിരക്കിൽ 50 ഗ്രാമിന് 7 രൂപ. ബേബി കുക്കുംബറും കോൺസ്പ്രൗട്ടും നമുക്ക് ലഭിക്കുന്നത് കിലോഗ്രാമിന് 60 രൂപ നിരക്കിൽ, രണ്ടിനും കൂടി 4 രൂപ. സെലറി കിലോഗ്രാമിന് 45 രൂപ നിരക്കിൽ 10 ഗ്രാമിന് 50 പൈസയോളം. 2 ഒലീവ് കായകൾക്ക് വില 4 രൂപ. മുളപ്പിച്ച ചെറുപയർ 50 ഗ്രാമിന് 2 രൂപ. ഒരു ചെറിയ കഷ്ണം ഡെസേർട്ട് ചീസിന് 3 രൂപ. 300 ഗ്രാം തൂക്കമുള്ള ഒരു അൾട്ടിമേറ്റ് ഹെൽത്തി സാലഡിന് നിങ്ങൾക്ക് ചിലവാകുന്ന തുക 32 രൂപ 50 പൈസ. പാക്ക് ചെയ്യാനുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒന്നിന് 4 രൂപ 50 പൈസ. ലേബലിംഗ് 50 പൈസ. ആകെ ചെലവ് 37 രൂപ 50 പൈസ. കടക്കാരനുള്ള കമ്മീഷൻ 20%. ട്രാൻസ്പോർട്ടേഷനും ലേബറും ചേർത്ത് ഒരു സാലഡ് ബോക്സിന് ചിലവ് 4 രൂപ. ആകെ ചിലവ് റൗണ്ട് അപ്പ് ചെയ്ത് 60 രൂപ. നമ്മുടെ സാലഡ് ബോക്സിന്റെ MRP 120 രൂപ. ഒരു സാലഡ് ബോക്സിൽ നെറ്റ് ലാഭം 60 രൂപ. മുടക്ക് മുതലിന്റെ ഇരട്ടി. എന്താ MRP 120 രൂപ കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? ഈ സാലഡ് ബോക്സ് 3 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് ധാരാളമാണ്. 3 വലിയ ഗ്ലാസ് ഗ്രീൻ സ്മൂത്തി തയ്യാറാക്കാൻ ഇത്രയും ഗ്രീൻ സാലഡ് മതിയാകും. പിന്നെ ഇത് 6 ഫുൾ മീലുകൾക്ക് തുല്യമായ പോസിറ്റീവ് കലോറിയും പോഷകങ്ങളും നൽകും. നിങ്ങൾ മൂല്യമാണ് കൊടുക്കുന്നത്. 120 രൂപ ഒരിക്കലും കൂടുതലല്ല. ബിസിനസിനെ കുറിച്ച് ഏകദേശ രൂപം ലഭിച്ച സ്ഥിതിക്ക് സാലഡ് ബിസിനസിന്റെ വിശദമായ സ്ട്രക്ചറൽ പ്ലാൻ ചർച്ച ചെയ്യാം. 1. മാർക്കറ്റ് സർവേ ആൻഡ് കൊളാപ്സ്. സിമ്പിളാണ്. എല്ലാ കച്ചവടവും ആരംഭിക്കേണ്ടത് റീറ്റെയിലർമാരെ കണ്ട് നേരിട്ട് സംസാരിച്ച് ആദ്യത്തെ ഓർഡറുകൾ ഉറപ്പിച്ചാണ്. അതെൻ്റെ ഒരു ഗോൾഡൻ റൂളാണ്. നിങ്ങളുടെ വീടിന് 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള നാടൻ പച്ചക്കറി സ്റ്റാളുകളിലും ചെറിയ ഗ്രോസറി സ്റ്റോറുകളിലും എല്ലാം കയറി ഇറങ്ങുക. അങ്ങനെ ഒരു 100 കടകളെങ്കിലും നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? ഉണ്ടാകും. അവരെ കണ്ട് നിങ്ങളുടെ പുതിയ സാലഡ് ബോക്സിൻ്റെ കാര്യം പറയുക. സാമ്പിളുകൾ കാണിച്ചു കൊടുക്കുക. 20% സെയിൽസ് മാർജിനെ കുറിച്ച് സൂചിപ്പിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 2 സാലഡ് ബോക്സ് എങ്കിലും കടയിൽ വയ്ക്കാൻ കരാറാക്കുക. ഈ സാലഡ് ബോക്സിലെ എല്ലാ ഇനങ്ങളും 36 മണിക്കൂർ വരെ സാധാരണ താപനിലയിൽ സൂക്ഷിക്കാം. രാത്രിയിൽ മാത്രം കടയിലെ ഫ്രീസറിലേക്ക് മാറ്റിയാൽ മതിയാകും. ഫ്രീസർ ചാർജായി കടക്കാരൻ എക്സ്ട്രാ മാർജിൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നൽകണം. തുടക്കത്തിൽ ലാഭത്തിൽ നേരിയ നഷ്ടം വരും. 20% മാർജിന് പകരം 3 സാലഡ് ബോക്സിന് 1 കടക്കാരന് ഫ്രീ എന്ന ലിവറേജ് മാർജിനും നൽകാവുന്നതാണ്. അത് പരീക്ഷിക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ റീഫണ്ട് ആൻഡ് റിട്ടേൺ ഗ്യാരണ്ടി നൽകേണ്ടി വരും. അതായത് വിൽക്കാത്ത സാലഡ് ബോക്സുകൾ 48 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം എന്ന വ്യവസ്ഥ. അത്തരം സാഹചര്യങ്ങളിൽ കടക്കാരനുള്ള മാർജിനിൽ പകുതിയോളം കുറവ് വരുത്തുക. കാരണം കടക്കാരന് റിസ്ക് ഇല്ലല്ലോ. തിരിച്ച് നാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാലഡ് ബോക്സുകൾ എന്ത് ചെയ്യണമെന്ന് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയാം. അങ്ങനെ മിനിമം 30 സെയിൽ പോയിന്റുകൾ ഉറപ്പാക്കണം. ഒരു സെയിൽ പോയിന്റിൽ 3 ബോക്സ് എന്ന കണക്കിൽ പ്രതിദിനം 100 സാലഡ് ബോക്സുകളെങ്കിലും സപ്ലൈ ചെയ്യാവുന്ന തരത്തിൽ. എങ്കിൽ കച്ചവടം മുന്നോട്ട് പോകും. പ്രതിദിന വരുമാനം 3000 രൂപ മുതൽ 5000 രൂപ വരെ ഉറപ്പാക്കാൻ കഴിയും. പിന്നെ കടയിൽ നമ്മുടെ സാലഡ് ബോക്സിന് മാക്സിമം ഡിസ്പ്ലേ ഉറപ്പാക്കണം. അവൈലബിലിറ്റി ബോർഡുകളും തൂക്കണം. സാധിക്കുമെങ്കിൽ കടയിൽ ഫ്ലയറുകൾ വെക്കണം. നിങ്ങൾ കൊടുക്കുന്ന സാലഡ് ബോക്സ് ഒരു ചെറിയ സംഭവമൊന്നുമല്ല, ഒരു കംപ്ലീറ്റ് ആർക്കിടെക്റ്റഡ് ഫുഡാണ്. അതിനെക്കുറിച്ച് കടയിലെത്തുന്ന ഇടത്തരം മധ്യവർഗ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ സാധിക്കുന്ന തരത്തിലാവണം ഡിസ്പ്ലേ. അവരുടെ കുട്ടികൾക്ക് അവർക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണം ഇതാണെന്ന് തോന്നൽ അവരിൽ ഉണ്ടാക്കുക. അത് സത്യവുമാണല്ലോ. ഇതിന് വലിയ തൊഴിൽ ശക്തി ആവശ്യമില്ല. ഒരു ദിവസം 100 മുതൽ 500 വരെ സാലഡ് ബോക്സുകൾ നിറയ്ക്കാൻ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ ധാരാളം മതി. സപ്ലൈ ഒരു ഇരുചക്ര വാഹനത്തിൽ നിങ്ങൾ ഉറപ്പാക്കണം. ഒരു ദിവസം 60 മുതൽ 100 കിലോമീറ്റർ വരെ നീളുന്ന സപ്ലൈ ചെയിൻ വലിയ ഉത്തരവാദിത്തമാണ്. സാലഡ് ബോക്സിന് FSSAIയുടെ രജിസ്ട്രേഷൻ മാത്രം ആദ്യം എടുത്താൽ മതിയാകും. അത് നിങ്ങളുടെ വീട്ടിലെ വിലാസം ഉപയോഗിച്ച് തന്നെ എടുക്കാം. ബിസിനസ് ടേൺ ഓവർ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ആവശ്യമായി വരും. അല്ലാത്തിടത്തോളം ഇതൊരു ലൈസൻസിങ് ആവശ്യമില്ലാത്ത ബേസിക് പച്ചക്കറി കച്ചവടമാണ്. ഒരു കാര്യം മറന്നു, വിൽക്കാതെ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സൂപ്പർ വെജീസ് എന്ത് ചെയ്യണമെന്ന കാര്യം. നേരെ കടയിൽ നിന്നും എടുത്തുകൊണ്ട് പോയി
വെജി വാഷ് ഉപയോഗിച്ച് കഴുകി 2 ദിവസം വെയിലത്തുണക്കി കിടിലം പിക്കിളാക്കാം. അതൊരു വാല്യൂ അഡീഷൻ ഉൽപ്പന്നമായി പുറത്തിറക്കാം. ഒരു കേടുമില്ല. 2 സോഴ്സിംഗ്. സൂപ്പർ വെജീസ് എവിടെ നിന്ന് എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന ചോദ്യം അഭിമുഖീകരിക്കാൻ സമയമായി. 2 തരത്തിൽ സോഴ്സ് ചെയ്യാം. ഒന്ന്, മൊത്തക്കച്ചവട കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി ശേഖരിക്കാം. വില കുറവാണെന്നതും മികച്ച ക്വാളിറ്റി ലഭിക്കുമെന്നതും ഇതിൻ്റെ മെച്ചമാണ്. എന്നാൽ മിനിമം 500 സാലഡ് ബോക്സുകൾ പ്രതിദിനം വിറ്റഴിക്കാൻ സാധിക്കുന്ന സമയത്തെ ഇത് സാധ്യമാവുള്ളൂ. അതുവരെ ഇടത്തട്ടുകാരെ ആശ്രയിക്കുക മാത്രമാണ് പോംവഴി. ഇറക്കുമതിക്കാരാണ് ഇടത്തട്ടുകാർ. സൈപ്രസ് മുതൽ ന്യൂസിലാൻഡ് വരെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നവയും ഇന്ത്യയിലെ ലോവർ ഹിമാലയൻ മണ്ടികളിൽ നിന്നും സോഴ്സ് ചെയ്യുന്നവയും ഇടത്തട്ടുകാർ ഓർഡർ അനുസരിച്ച് നിർലോഭം എത്തിക്കും. ആൽപൈൻ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന സൂപ്പർ വെജീസിൽ ഭൂരിഭാഗവും ഇമ്പോർട്ടഡ് ആണെങ്കിലും ഷിംലയിലും ശ്രീനഗറിലും ചണ്ഡീഗറിലും എന്തിന് സേലത്തുള്ള കർഷകർ വളർത്തിയവയും ഇക്കൂട്ടത്തിലുണ്ട്. ഗ്രീൻ ഹൗസ് ഫാമിങ്ങിന് വ്യാപക പ്രചാരം ലഭിച്ചതോടെ ഇന്ത്യ ശീതകാല പച്ചക്കറികളുടെയും ആൽപൈൻ വെജുകളുടെയും ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി മാറുകയാണിപ്പോൾ. സൂപ്പർ വെജീസ് ഇമ്പോർട്ടർമാരിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സ്വന്തം മിടുക്കുമായി സ്വന്തം ഉത്തരവാദിത്തത്തിൽ പോയി വിലപേശി കച്ചവടം ഉറപ്പിക്കുക. ഇനി നേരിട്ടെടുക്കാനാണെങ്കിലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റ് ഇന്ത്യയിലാണ്. ഡൽഹിയിലെ ആസാദ്പൂർ വെജിറ്റബിൾ മാർക്കറ്റ് ഹോൾസെയിലർമാരുടെ പറുദീസ. എന്താവശ്യപ്പെട്ടാലും ഇന്ത്യയിൽ എവിടേക്കും അവരെത്തിക്കും. ആർട്ടിച്ചോക്ക് വേണോ, മുരിങ്ങാക്കുരു വേണോ, സിഷാഡ് വേണോ, വാട്സാപ്പിൽ ക്വാളിറ്റി കണ്ട് ബോധ്യപ്പെട്ട് ഓർഡർ ചെയ്താൽ എയർ ഫ്രീറ്റിൽ പിറ്റേന്ന് കൊച്ചി എയർപോർട്ടിലെത്തും. പറഞ്ഞല്ലോ, ബിസിനസിൻ്റെ ആദ്യഘട്ട സ്കെയിലിങ്ങിൻ്റെ സമയത്ത് മാത്രം അതൊക്കെ ചിന്തിച്ചാൽ മതി. അതുവരെ മിഡിൽമാൻ ശരണം. അടുത്തത് സ്കെയിലിംഗ്. നിങ്ങളുടെ 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള കടകളിലെല്ലാം കൂടി ഒരു ദിവസം 500 സാലഡ് ബോക്സുകൾ വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുള്ളായി മാറിക്കൊണ്ടിരിക്കുന്നു. 2ാം ഘട്ട സ്കെയിലിങ്ങിന് സമയമായി. സ്കെയിലിങ്ങിന് സോഴ്സിംഗ്, പ്രൊഡക്ഷൻ, സപ്ലൈ ലൈനുകളിൽ കാര്യമായ അപ്ഗ്രഡേഷൻ കൊണ്ടുവരണം. 4-5 ജീവനക്കാരെ പുതുതായി നിയമിക്കണം. 1-2 സപ്ലൈ വാഹനങ്ങൾ ആവശ്യമായി വരും. പിന്നെ ആലോചിച്ച് നോക്കൂ, നിലവിൽ ലാഭകരമായി ചെയ്യുന്ന ഒരു വ്യാപാരം എങ്ങനെ വികസിപ്പിക്കണമെന്ന് മിക്ക ആളുകൾക്കും പറഞ്ഞു തരേണ്ടതില്ല. 3ാം ഘട്ട സ്കെയിലിങ്ങിൽ കൂറ്റൻ ഗ്രീൻ ഹൗസ് ഫാമുകളിൽ നിങ്ങൾ സൂപ്പർ വെജീസ് കൃഷി തുടങ്ങും. കാരണം for lack of a better word, is good. ഗ്രീഡ് ഒരു നല്ല വാക്കാണ്. കൂടുതൽ ലാഭം ഒരു ചീത്ത പ്രയോഗമല്ല. സാലഡ് കിങ് ഓഫ് കേരള ആവുകയാണ് ലക്ഷ്യം. മെയ് മറന്ന് പണിയെടുത്തോളൂ. ഈ ബ്രാൻഡ് നിങ്ങളെ ചതിക്കില്ല. എപ്പോഴും പറയും പോലെ, വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ജീവിതത്തിൻ്റെ വഴിയടഞ്ഞു പോയ ഒരു സുഹൃത്തിന് ആവശ്യമുണ്ടാകില്ലേ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വീഡിയോ എത്തിക്കാൻ അപേക്ഷ. ഈ ആശയം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ എന്നോടൊപ്പമായിരുന്നതിന് കേരളത്തിൻ്റെ ഭാവി എൻ്റർപ്രണർമാർക്കെല്ലാം നന്ദി.